ഭാരതം ഒട്ടനവധി ആചാരങ്ങളാലും അനുഷ്ഠാനങ്ങളാലും സമ്പന്നമാണ്. നമ്മൾ പലരും മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്തെന്നാൽ സനാതനധർമ്മം അഥവാ ഹിന്ദുയിസം ഒരു മതമല്ല, അതൊരു സംസ്കാരമാണ്, ജീവിത രീതിയാണ്. മതമെന്നത് നമ്മുടെ പദമല്ല, അതൊരു വൈദേശിക ആശയം മാത്രമാണ്. ഹിന്ദു എന്ന വാക്ക് പോലും പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. പലരും അന്ധവിശ്വാസമെന്നും അനാചാരമെന്നും പറഞ്ഞ് പുച്ഛിച്ചു തള്ളുന്ന നമ്മുടെ പല ആചാരങ്ങളുടെയും പുറകിൽ വളരെ വ്യക്തമായ ആഴത്തിലുള്ള ശാസ്ത്രീയമായ കാരണങ്ങളുണ്ട്. തീർച്ചയായും പിൽക്കാലത്ത് പലവിധ അനാചാരങ്ങളും നമ്മുടെ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മുടെ ആചാരങ്ങളുടെ ആത്മീയമായ കാര്യങ്ങളല്ല പറയുന്നത്, അത് നമ്മുടെ ചിന്തകൾക്കും നിർവചനങ്ങൾക്കും അതീതമാണ്. ഇവിടെ പറയുന്നത് നമ്മുടെ ആചാരങ്ങൾക്ക് പിന്നിലെ ശാസ്ത്രീയമായ കാരണങ്ങൾ മാത്രമാണ്. നമസ്കാരം, എൻ്റെ പേര് ആദർശ് മൈത്രി ദാനശീലൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് അതൊരുപാട് പ്രചോദനമാകും. നമ്മളെല്ലാം വിശ്വാസത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന ഒന്നാണ് തിലകം ചാർത്തുന്നത്. എന്നാൽ നമുക്ക് എത്ര പേർക്ക് ഈ ഒരു ആചാരത്തിനു പിന്നിലെ ശരിയായ കാരണം അറിയാം? നമ്മുടെ 2 കൺപീലികൾക്കിടയിൽ വരുന്ന സ്ഥലത്താണ് നമ്മൾ തിലകം ചാർത്തുന്നത്. ഈ ഒരു ഭാഗത്തെ അജ്നചക്ര എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു ഭാഗം നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു നാഡിയായാണ് കണക്കാക്കുന്നത്. ഈ ഒരു ഭാഗത്ത് തിലകം ചാർത്തുമ്പോൾ അതവിടുത്തെ നാഡിയെ ഉത്തേജിപ്പിക്കുകയും മുഖത്തേക്കുള്ള രക്തയോട്ടം കൂട്ടുകയും ചെയ്യുന്നു. അത് നമ്മുടെ മനസ്സിനെ കാമാക്കുകയും നമുക്ക് കൂടുതൽ കോൺസെൻട്രേഷനും ഫോക്കസും കിട്ടുകയും ചെയ്യുന്നു. ഇതേ കാരണത്താലാണ് സ്ത്രീകൾ ഈ ഭാഗത്ത് ബിന്ദി അഥവാ പൊട്ട് തൊടുന്നത്. എന്നാൽ ഇന്ന് കാണുന്ന കൃത്രിമ പൊട്ടുകൾ വച്ചാൽ ഈ ഒരു ഗുണം കിട്ടില്ല. പണ്ടുകാലത്ത് ആയുർവേദ മൂലകങ്ങൾ ഉപയോഗിച്ചാണ് പൊട്ടുകൾ നിർമ്മിച്ചിരുന്നത്. അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഏറെ ഗുണകരമായിരുന്നു. പഴയകാല വീടുകളിൽ നമ്മൾ പൊതുവായി കണ്ടുവരുന്ന ഒന്നാണ് തുളസിത്തറകൾ. തുളസിത്തറയിൽ വിളക്ക് വയ്ക്കുന്നതൊക്കെ നമ്മൾ പണ്ട് മുതലേ ചെയ്തു വരുന്നതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ തുളസിച്ചെടിക്ക് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും തുളസിച്ചെടിയെ നമ്മൾ ഇത്രയേറെ പരിപാവനമായി കാണുന്നത്? ഒരുപാട് ഔഷധ മൂല്യങ്ങളുള്ള ഒരു ചെടിയാണ് തുളസി. തുളസിയിലുള്ള ഔഷധ മൂല്യങ്ങൾ നമ്മുടെ ആയുർദൈർഘ്യം കൂട്ടുന്നു. പ്രകൃതിദത്തമായ ഒരു ആൻറ്റിബയോട്ടിക്കാണ് തുളസി. പ്രകൃതിദത്തമായ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് തുളസി. മറ്റൊരു കാരണം തുളസിച്ചെടിയിൽ നിന്ന് വരുന്ന പ്രത്യേക തരത്തിലുള്ള സുഗന്ധം ഇഴജന്തുക്കളും മറ്റും വീട്ടിൽ വരുന്നത് തടയുന്നു. ആയതിനാൽ തന്നെ തുളസിച്ചെടിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയ ഭാരതീയർ തുളസിയെ പരിപാവനമായി കണ്ട് ആരാധിച്ചു പോന്നു. അമ്പലങ്ങളിലും മറ്റും കാണുന്ന ഒന്നാണ് യാഗം. എന്താണ് യാഗത്തിൻ്റെ പ്രത്യേകത? നെയ്യും മറ്റ് പലവിധ ദ്രവ്യങ്ങളും ഉപയോഗിച്ച് ചെയ്യുന്ന യാഗം അന്തരീക്ഷത്തിലാകെ ഒരു പോസിറ്റീവ് ഓറ ഉണ്ടാക്കുന്നു. യാഗത്തിൽ നിന്ന് വരുന്ന പുക അന്തരീക്ഷത്തിലെ രോഗാണുക്കളെ ഇല്ലാതാക്കി അന്തരീക്ഷത്തെ ശുദ്ധിയാക്കുന്നു. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് വിളക്കും ദീപവും കത്തിക്കുന്നത്. വെളിച്ചം എപ്പോഴും ഒരു പോസിറ്റീവ് ഓറ ഉണ്ടാക്കുന്നു. പണ്ട് തൊട്ടേ നമ്മൾ ശീലിച്ചു വരുന്ന ഒരു ആചാരമാണ് തറയിലിരുന്ന് ആഹാരം കഴിക്കുന്നത്. എന്നാൽ ഇന്ന് സൗകര്യത്തിന് വേണ്ടി പലരും അത് ഒഴിവാക്കിയിട്ടുണ്ട്. തറയിലിരുന്ന് ആഹാരം കഴിക്കുന്നതിലൂടെ ദഹന പ്രക്രിയ എളുപ്പമാവുകയും ആഹാരം പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യുന്നു. സദ്യയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ആദ്യം എരിവുള്ള വിഭവങ്ങൾ വിളമ്പിയതിന് ശേഷം മാത്രമാണ് മധുരമുള്ള വിഭവങ്ങൾ വിളമ്പുന്നത്. ഇതിന് പിന്നിലെ കാരണം എന്തായിരിക്കും? എരിവുള്ള ആഹാരം കഴിക്കുമ്പോൾ ശരീരത്തിൽ ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ദഹനപ്രക്രിയ സുഗമമായി നടക്കുകയും ചെയ്യുന്നു. അവസാനം മധുരം വിളമ്പുന്നതിലൂടെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അഥവാ സംതൃപ്തി കിട്ടുകയും ചെയ്യുന്നു. അടുത്തതായി ഉപവാസം. പണ്ടുകാലം മുതലേ ഭാരതീയർ ആചരിക്കുന്ന ഒന്നാണ് ഉപവാസം. ആയുർവേദ പ്രകാരം നമ്മുടെ രോഗങ്ങളുടെ എല്ലാം പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന വിഷാംശങ്ങളാണ്. ഉപവാസം ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ഇത്തരം വിഷാംശങ്ങളെ പുറം തള്ളുന്നതിനും ശരീരം ശുദ്ധിയാക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ ദഹനപ്രക്രിയ സുഗമമായി നടക്കുന്നതിനും ദഹനത്തിന് അവയവങ്ങൾ എടുക്കുന്ന ജോലിഭാരം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. അടുത്ത കാലത്തായി മോഡേൺ സയൻസും ഫാസ്റ്റിംഗ് അതായത് ഉപവാസത്തിൻ്റെ നേട്ടങ്ങളുമായി മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ ഈ ഗവേഷണങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ ഭാരതീയർ ഉപവാസം അനുഷ്ഠിച്ചു പോന്നിരുന്നു. ഈ അടുത്ത കാലത്ത് മാത്രമാണ് ആധുനിക ശാസ്ത്രം ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് പോലുള്ള ഉപവാസ രീതികളുമായി മുന്നോട്ട് വന്നത്. ഉപവാസം അനുഷ്ഠിക്കുന്നവർ അതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രം അനുഷ്ഠിക്കുക. അല്ലാതെയുള്ളവരോട് പറയാനുള്ളത് പരമാവധി രാത്രി 7 മണിക്ക് ശേഷം ആഹാരം ഒഴിവാക്കുക. രാത്രികാലത്തെ ആഹാരം പരമാവധി ലഘുവായിരിക്കാൻ ശ്രദ്ധിക്കുക. അമ്പലത്തിലൊക്കെ അരയാൽ മരത്തെ നമ്മൾ പ്രദക്ഷിണം വയ്ക്കാറുണ്ട്. എന്തായിരിക്കും ഇതിന് പിന്നിലെ കാരണം? അരയാൽ മരം പകൽ സമയങ്ങളിൽ വളരെ കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നു. അത് നമ്മുടെ ഹോർമോണൽ ബാലൻസിനും ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അതേസമയം രാത്രികാലങ്ങളിൽ അരയാൽ മരത്തിൻ്റെ അടുത്ത് പോകരുത്, പ്രേതം പിടികൂടുമെന്ന് പറയാറുണ്ട്. ഇതിൻ്റെ കാരണം രാത്രി സമയങ്ങളിൽ അരയാൽ മരം
കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നു. അത് കാരണം അതിന് ചുറ്റുമുള്ളവർക്ക് ഓക്സിജൻ കിട്ടാതെ വരികയും മറ്റ് അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും ചെയ്യും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഒപ്പം തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. കൂടാതെ ഈ അറിവ് കൂടുതൽ പേരിലേക്ക് എത്താനായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.